ഭാരതത്തില് 4 വേദമുണ്ട്, മറ്റേ അത്ര ഉപനിഷത്തുണ്ട്, ഇത്ര ഇതിഹാസമുണ്ട്, ഇത്ര പുരാണമുണ്ട്, ഇത്ര മറ്റതുണ്ട്. ഇതൊക്കെ ശരിയാ, ഇതൊക്കെ ശരിയാണ്. സ്വന്തം അവനവന്റെ വിശ്വാസവും ആചാരവും സമ്പത്തും സംരക്ഷിക്കാൻ കഴിയാതെ 4 വേദങ്ങളുണ്ട് ഞങ്ങൾക്ക്, ഇല്ലേ? 900 ഉപനിഷത്തുകളുണ്ട്, പിന്നെ അതുണ്ട്, ശാസ്ത്രമുണ്ട്, സൂത്രമുണ്ട്, സൂക്തമുണ്ട്, ആനയുണ്ട്, ചേനയുണ്ട്, കുതിരയുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ഉപകാരത്തിന് ഇതൊന്നും ഇല്ല. ഈ വേദങ്ങൾ നമുക്ക് മുന്നിൽ വെച്ചിട്ട് പറയും ഇതൊക്കെ വെറും പൊട്ടയാണ്, ഇതൊക്കെ വെറും പൊട്ടാണ്, അല്ലെ? പറഞ്ഞില്ലേ വേദം. ഇവിടെ മറ്റേ കൗമാരപ്രായക്കാരെ പഠിപ്പിക്കാൻ 2000 മണ്ഡലം എനിക്ക് തോന്നുന്നത്, കുറച്ചു കൊല്ലം നിന്നു ആ പുസ്തകം. +1 വിദ്യാർത്ഥികളുടെ മലയാളം ഗദ്യത്തില് ഒരു പാഠം ഉണ്ടായിരുന്നു, വേദങ്ങൾ വന്ന വഴി. ചിലരെങ്കിലും അതൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. വേദങ്ങൾ വന്ന വഴി പഠിക്കണല്ലോ നമ്മള്. നമുക്ക് 4 വേദമുണ്ട്, അത്ര ഉപനിഷത്തിന്റെ ഇത്ര ഇതിഹാസം എന്ന് പറഞ്ഞവരാണല്ലോ നമ്മള്. വേദങ്ങൾ വന്ന വഴി എന്ന് പറഞ്ഞ് കൗമാരപ്രായക്കാരെ പഠിപ്പിക്കുന്ന എന്താ അറിയൂ? ഭാരതം കാർഷിക രാജ്യമുണ്ട്, കൃഷിയാണ് നമ്മുടെ മുഖ്യ തൊഴിൽ. ഈ കൃഷിയാണെങ്കിൽ മൺസൂണുമായുള്ള ചൂതുകളിയാണ്. മൺസൂൺ സമയത്ത് വന്നാൽ നമുക്ക് വിളവിറക്കാം, മൺസൂൺ സമയത്ത് പോയാൽ കൊയ്തെടുക്കാനും പറ്റും. മൺസൂൺ വരാൻ വൈകിയാൽ വിളവിറക്കാൻ വൈകും, പോവാൻ വൈകിയാൽ ഇത് വെള്ളത്തിലും ആവും, വിള മുഴുവൻ വെള്ളത്തിലാവും. അതുകൊണ്ട് മൺസൂണുമായുള്ളൊരു ചൂതുകളിയാണ് നമ്മുടെ കൃഷി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോ അതുകൊണ്ട് തന്നെ ഈ മഴ സമയത്ത് വന്നാലേ വിളവിറക്കാൻ പറ്റൂ എന്നതുകൊണ്ട് നമ്മുടെ പൂർവികർ പ്രകൃതിയെ നിരീക്ഷിച്ചത്രേ എപ്പോഴാ മഴ വരിക. അവര് നോക്കുമ്പോ ഈ തവളകൾ കൂട്ടമായി പാടുമ്പോഴാണ് അത്രയും മഴ വരുന്നത്. പേക്രോം പേക്രോം പേക്രോ എന്നുള്ളത് രണ്ടാണോ? മഴ വരുമ്പോ പാടുകയാണോ, ഇവര് പാടുമ്പോ മഴ വരികയാണോ? അത് വേറെ കാര്യം. നമ്മുടെ പൂർവികര് ചിന്തിച്ചത്രേ തവളകൾ ഇതൊന്നും എന്റെ മക്കളല്ല, അതൊക്കെ പാഠപുസ്തകത്തിലുള്ളതാണ്, എന്റെ നിലയെ കൊണ്ടിടരുത്. തവളകൾ കൂട്ടമായി പാടുമ്പോഴാണത്രേ മഴ വരുന്നത്. നമ്മുടെ പൂർവികർ നിരീക്ഷിച്ചു. മഴ വൈകുകയാണ്, എന്ത് ചെയ്യാൻ പറ്റും? അന്ന് മിമിക്രി ട്രൂപ്പ് ഒന്നും ഇല്ല, അവരെ വിളിച്ച് ഏർപ്പാടാക്കാൻ. തവളകളെ തല്ലി കരയിക്കാൻ പറ്റുമോ? പിടിച്ചുകൊണ്ടുവന്നിട്ട് ഇല്ലല്ലോ, എല്ലാ തവളകളും എടുത്താ. അപ്പൊ ഇവരെടുത്ത് തീരുമാനം എടുത്ത് ഒരു മിമിക്രി ട്രൂപ്പ്, അതെന്റെ വാക്കാട്ട, മിമിക്രി ട്രൂപ്പ് എന്നൊക്കെയുള്ളത് എന്റെ വാക്കാ, അതൊന്നും അതിൽ പറഞ്ഞിട്ടില്ല. തവളകളെ പോലെ ശബ്ദം ഉണ്ടാക്കാൻ തീരുമാനിച്ചു അന്നത്തെ നമ്മുടെ പൂർവികർ. മഴ വരാൻ വേണ്ടിയിട്ട് തവളകളെ പോലെ നമ്മൾ ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് അതാണ് അത്ര വേദങ്ങൾ. ഇത് കൗമാരപ്രായക്കാരെ ഇവിടെ പഠിപ്പിച്ചു. വേദങ്ങൾ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ അറിവുകൾ സമാഹരിച്ചിട്ടുള്ള, ഏറ്റവും പഴക്കമുള്ള അറിവ് സമാഹരിച്ച ഗ്രന്ഥമാണ് വേദങ്ങൾ. ഋഗ്വേദവും യജുർവേദവും സാമവേദവും അഥർവവേദവും. എത്ര ഗഹനമായ വിഷയങ്ങളാണ് അതിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത്. എന്ന വേദങ്ങൾ തവളകളെ പോലെ പേക്രോം 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 എന്ന് ശബ്ദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പൂർവികരെ പാടിയ വെറും മറ്റു ശബ്ദമാണ് എന്ന് കൗമാരപ്രായക്കാരെ പഠിപ്പിച്ചു ഇവിടെ.